നോക്കനിയ, പിന്നെയും പഴയതുപോലെ ആലോചിക്കുവാണോ? ഇങ്ങനെ എപ്പോഴും പഴയ കാര്യങ്ങൾ തന്നെ പൊയ്ക്കൊണ്ടിരുന്നാലേ ജീവിതത്തിൽ എങ്ങനെയാ മുന്നോട്ട് പോകുന്നേ? പിന്നെ പ്രിയയുടെ കല്യാണം നടന്നില്ലെങ്കിൽ അതിൽ സൂരജിന് വിഷമമൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? സ്വന്തം പെങ്ങന്മാരോടാ അവൻ അവന്റെ ജീവൻ തന്നെ വെച്ചിരിക്കുന്നത്. അങ്കിൾ, എനിക്ക് നിങ്ങളെ ചിലത് കാണിക്കാനുണ്ട്. അമ്മായി, നിങ്ങളും വരൂ. എന്ത് കാണിക്കാനാ? ഇത് നോക്ക്. നിങ്ങൾ വളരെയധികം വെറുക്കുന്ന നിങ്ങളുടെ മോനുണ്ടല്ലോ, ആ മോന് നിങ്ങളുടെ ഈ ഫോട്ടോ തലയണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുന്നത്. നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും അവന് പറ്റുന്നില്ല. പക്ഷെ ഈ ഫോട്ടോ നോക്കിയിട്ട് അവൻ ഇന്ന് ഒരുപാട് സംസാരിക്കാറുണ്ട്. ഈ തോക്കിൽ നിന്റെ ബാഗിൽ എന്താ കാര്യം? പറ പറ. ഹലോ, പോലീസ് സ്റ്റേഷനിലെ നീ രത്നമാണെന്ന് വിചാരിക്കുന്നവനുണ്ടല്ലോ, കരിക്കട്ടയാണ്, വെറും കരിക്കട്ട. അതിനെ ഗുലാബ് സിംഗ് അവന്റെ മുഷ്ടിക്കുള്ളിൽ മടക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് അയാൾക്ക് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും തീ കൊടുത്താൻ പറ്റും. കല്യാണത്തിന് എന്തായാലും വരണേ, എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ പോവാവൂ. എന്തായി? നടന്നു സാർ. റോഹനെ അവന്റെ കുടുംബത്തെയും എന്റെ തോക്കിന്റെ മുന്നിൽ നിർത്തിയിരിക്കാൻ ഞാൻ. മിടുക്കൻ. ഈശ കള്ളം പറഞ്ഞത്. നീ ഗുണ്ടയാണ്, ശരിക്കും ഗുണ്ട. നീ ഗുണ്ടയായത് എങ്ങനെയാണെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. നിന്നെയൊക്കെ ജനിച്ച ദിവസം തന്നെ നിന്റെ അച്ഛൻ നിന്നെ കൊന്നു കളഞ്ഞെന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇനി നീ വാ തുറന്നാലുണ്ടല്ലോ, അടുത്ത ബുള്ളറ്റ് ചൂരിലായിരിക്കില്ല, നിന്റെ വായിലായിരിക്കും പൊട്ടിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങളൊക്കെ മുതിർന്നവരാണ്, ബുദ്ധിയുള്ളവരാണ്. ആ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ശാന്തമായി കൈകാര്യം ചെയ്താ ഞാനും നിങ്ങൾക്ക് ബഹുമാനം തരും. ആദ്യം നിങ്ങൾ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുക. കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാൻ തന്നെ നിങ്ങളെ വെറുതെ വിട്ടേ. അങ്ങനെ സ്വയം പറന്നുപോയി രക്ഷപ്പെടാൻ മാത്രം എന്റെ കൂടിന്റെ അഴികൾക്ക് അത്ര ബലക്കുറവൊന്നുമില്ല. ഇഷയുടെ കല്യാണം ഞാൻ ആലോചിച്ച് ഉറപ്പിച്ച സ്ഥലത്ത് തന്നെ നടക്കും. അടുത്ത 7 ദിവസം വരെ അവൾ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ല. പക്ഷേ അച്ഛാ, ഇഷ സമ്മതിച്ചില്ലെങ്കിലോ? ഗുലാബ് തീരുമാനിച്ച കാര്യങ്ങളിൽ പിന്നെ സംശയത്തിന് ഇട ഉണ്ടാവാറില്ല മോനെ. അത് ശരി, അങ്ങനെയാ? നന്നായി മോനെ, ഞാൻ എത്ര ഭാഗ്യവതിയാ. അതുകൊണ്ടല്ലേ നിന്നെ പോലൊരു മകനെ എനിക്ക് കിട്ടിയത് തന്നെ. നിങ്ങളുടെ മോന്റെ മിടുക്കിനി നിങ്ങളുടെ കാണാനിരിക്കുന്നതേ ഉള്ളൂ അമ്മേ. എന്നാലും അടുത്ത 7 ദിവസങ്ങൾ മാത്രം എന്റെ സ്വത്തിനെ നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി. ഈഷയുടെ മുഖം ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാവണം. എടുത്തി, അടുത്ത 7 ദിവസത്തിനുള്ളിൽ എന്റെ വിവാഹമാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കും വിശ്വാസം വരുന്നില്ല. പക്ഷേ സൂര്യ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത ഭയമാണ് തോന്നിയത്. ശരിയാ ചേട്ടത്തി, ഇവളുടെ കാര്യം തീർന്നെന്ന് കരുതി. പക്ഷെ ഇപ്പൊ നോക്കി, അച്ഛൻ നോക്കി പറഞ്ഞ് എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞില്ലേ.
അതായത് ഇന്ന് വരെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ എല്ലാ തീരുമാനം എടുത്ത അച്ഛൻ, അതും കുട്ടികൾക്ക് ആ തീരുമാനം ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആ അദ്ദേഹം ലവ് മാരേജിന് സമ്മതം മൂളി. അതാ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തത്. കാരണം അച്ഛൻ എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ. നോക്കിക്കോ, ഉടനെ തന്നെ എന്റെ പ്രിൻസ് ചാമിങ് എന്റേതാവാൻ പോവാ. അതുപോലെ ആ ബീസ്റ്റ് എന്നേക്കുമായി ഒഴിഞ്ഞു പോവാൻ പോവാ. അടുത്ത 7 ദിവസവും അവൾ അവളുടെ സ്വപ്ന ലോകത്തിൽ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അല്ലാതെ അവൾ അറിയാൻ പോകുന്നില്ല അവൾ കല്യാണം കഴിക്കാൻ പോകുന്നത് റോഹനെയല്ല, ഞാൻ പറഞ്ഞ പൊളിറ്റീഷ്യന്റെ മകനെയാ. ഇനി മുതൽ നിങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഗുലാബ് സിംഗിന്റെ രാഷ്ട്രീയം. എത്ര സന്തോഷത്തോടെയാണ് ഈഷ റോഹനെ മനസ്സിൽ നിന്നും വലിച്ചെറിഞ്ഞ് ഞാൻ പറഞ്ഞ പയ്യനെ കെട്ടാൻ പോകുന്നതെന്ന്. നിങ്ങളൊക്കെ സന്തോഷിച്ചോ? എല്ലാവരും കല്യാണത്തിലുള്ള ഗംഭീര ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ. ഇനിയുള്ളത് ഗുലാബിന്റെ കളിയാ. അതോടെ റോഹന്റെ കാര്യം പോക്കാ. മൊത്തത്തിൽ അടിപൊളിയാ.